ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗണപതി ബപ്പയുടെ എത്രാമത്തെ ദിവസം? 4ാമത്തെ ദിവസമാണ്. ഇന്ന് ഗൗരി വരുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഗൗരി ഉണ്ടാവും ഗണപതിയുടെ. അപ്പോൾ വൈകുന്നേരമായി ഇപ്പോൾ സമയം. ഞാൻ ആരത്തിക്ക് പോകാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് വീടുകളിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതായത് ഗണപതി ബപ്പ, എൻ്റെ അടുത്ത് തന്നെ ഗൗരി ഒക്കെ ഉണ്ടാവും. അപ്പോൾ വരും, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം ഗണപതി ബപ്പയുടെ ദർശനം ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ നമ്മൾ ഇത്രയും നേരവും കേട്ടത് മറാഠിയിലുള്ള ഗണപതിയുടെ ആരതിയാണ്. അത് കണക്ക് മറാഠി ഭാഷയാണ് കേട്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? എനിക്ക് ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ആരതിക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഈ ആരതിയെല്ലാം നല്ലതുപോലെ അറിയാം. ഞാനും അവർ ഇങ്ങനെ ഗണപതിയുടെ ആരതി പറയുമ്പോൾ ഞാനും കൂടെ പറയാറുണ്ട്. ധനുഷിനും നന്നായിട്ട് അറിയാൻ പറ്റും ഇപ്പം. അപ്പോൾ ഗണപതി ഈ വീട്ടിൽ ഗൗരിയില്ല, അതേ ഈ വീട്ടിൽ ഗൗരിയുണ്ട്. ഈ ഗണപതി ഭഗവാന്റെ രണ്ട് സൈഡിലും ഇരിക്കുന്നതാണ് ഗൗരി. അപ്പോൾ അത് എത്ര നന്നായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി. സാരിയൊക്കെ ഉടുപ്പിച്ച് ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കും. ഈ കാണുന്നതെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആരതി ചെയ്യുന്നത്. അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഈ വീട്ടിലെ ഗണപതിയാണത്. രണ്ട് സൈഡിലിരിക്കുന്നത് ഗൗരി. ഇത് മറ്റൊരു വീട്ടിലെ ഗണപതിയും ഗൗരിയുമാണ്. ഗൗരി നമ്മുടെ അമ്മ വീട്ടിൽ നിന്ന് വരുന്നു എന്നാണ് ഒരു വിശ്വാസം. എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളൊന്നും പറയാനറിയില്ല. ചെറുതായിട്ടുള്ള ഒരു അറിവുകൾ അത് വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ കാണുന്നതാണ് ഇവർ മെയിനായിട്ട് പൂജ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസർജനം ചെയ്യുന്നത്. അതിൻ്റെ അവിടെ അങ്ങനെ ഒരു പർപ്പിൾ കളറിലുള്ള പൂ ഇരിപ്പുണ്ട്. ആ പൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഈ ഗൗരി പൂജയിൽ. അതിൻ്റെ പേരെനിക്കറിയാൻ വയ്യ. എത്ര ഭംഗിയായിട്ടാണ് ഗൗരിയെ ഒരുക്കിയേക്കുന്നതല്ലേ. ഇങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട്. നമ്മൾ ഇത് പറയുന്നത് ഗണപതി ഭഗവാന്റെ രണ്ട് സൈഡിലുള്ളത് സിദ്ധിയും ബുദ്ധിയും അല്ലേ, അവരെയാണ് സങ്കല്പിക്കുന്നത്. ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത്. ഇത് എന്ത് ഭംഗിയുണ്ടെന്ന് നോക്കിയേ. അരേവാ. ഇത് മറ്റൊരു വീട്ടിലെ ഗണപതിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ 5-6 വീടുകളിൽ ഗണപതി ഉണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഗൗരി ഉണ്ടാവില്ല. ഗൗരി ചില വീടുകളിലേ ഉണ്ടാവത്തുള്ളൂ. ചില വീടുകളിൽ ഗൗരി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബ വീട്ടിലായിരിക്കും ഗൗരി ഉള്ളത്. ഇത് ധനുഷിൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സൊസൈറ്റിയിലുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആരതി ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് പ്രസാദമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഗണപതിയുടെ ആഘോഷങ്ങൾ. ഹായ്, ഇന്നിപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്. ധനുഷിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുവാണ്. എല്ലാ ദിവസവും ഒരു പകല് വീഡിയോ എടുക്കും. പകല് ഇൻ ദ സെൻസ് ഇപ്പം ഗണപതി തുടങ്ങിയതിന് ശേഷം വൈകുന്നേരത്താണ് വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരത്ത് വീഡിയോ എടുത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാറില്ല. കാരണം എന്ന് പറയുന്നത് എല്ലായിടത്തെയും ആരതിയൊക്കെ കഴിഞ്ഞിട്ട് ഓടിപ്പടച്ച് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴത്തേന് ഏതാണ്ട് 9:30-10 മണിയോളാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. ഭക്ഷണം മീൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാൻ മാത്രം ബാക്കി ഉണ്ടാവും. അപ്പം പിന്നെ വന്നിട്ട് പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേനും മണി 10:30-10:45 ആവും. പിന്നെ പിറ്റേന്ന് ധനുഷിന് സ്കൂളിൽ പോകണ്ടേ. അങ്ങനെ പിന്നെ പെട്ടെന്ന് കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ പിന്നെ വീഡിയോ എൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഗൈസ് ഇതുവരേക്കും വീഡിയോ എൻഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ നല്ല വീഡിയോ ആയിരുന്നു. ഇന്നലത്തെ ഗൗരിയുടെയൊക്കെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഇന്നലത്തെ ഗൗരിയുടെയൊക്കെ വീഡിയോ ആണ്. ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് പോയ വീടുകളിലെ ആരതിയുടെ എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നിലും ഞാനില്ല. വീഡിയോ ഒക്കെ എടുക്കും, പക്ഷെ ആ വീഡിയോയിൽ ഒന്നിലും ഞാനില്ല. ഞാൻ ഇന്നലെ വിചാരിച്ചതാ ധനുഷിനോട് പറഞ്ഞ് ഒന്ന് ഷൂട്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചതാ. അപ്പൊ ധനുഷ് ട്യൂഷന് പോയി. വൈകിട്ട് ട്യൂഷന് പോയിട്ട് അവ ഒത്തിരി ലേറ്റായിട്ടാവുന്നത്.
അവൻ വന്നപ്പോഴത്തേന് ആദ്യമൊക്കെ മിക്കവാറുള്ള വീഡിയോയിലൊക്കെ കഴിയാറായി. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മിക്കവാറുമുള്ള വീഡിയോകളിലൊന്നും ഞാനില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവർക്കും ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടല്ലോ. അത് മതി. ഞാനും അത് എടുത്തോട്ട് പോക്കോ. അങ്ങനെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഇനി ഗൗരിയുടെ പൂജാ ദിവസമാണ്. ഇന്നലെ ഗൗരി വന്നു, ഗൗരി വച്ചു. ഇന്നിനി ഗൗരിയുടെ പൂജാ ദിവസമാണ്. അപ്പൊ ഇവിടെ എല്ലാ വീടുകളിലും ഒരു ഭക്തി നിർഭയമായ ഒരിതാണ്. കാരണം ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഭക്ഷണം ഭോഗ് കൊടുക്കാന്ന് പറയും. അതായത് നമ്മൾ എന്തിനാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഭഗവാനെ നിവേദ്യമായിട്ട് കൊടുക്കണം. ഗൗരിയുടെ സമയത്ത് കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഇങ്ങനെ നിരത്തി വെക്കണം. അപ്പം മിക്കവാറുള്ള വീട്ടുകാരെല്ലാവരും ബിസി ആയിരിക്കും. വെൽക്കം. അപ്പോൾ ഇന്നിപ്പോൾ ഗൗരിയുടെ പൂജയാണ്. അപ്പം മിക്കവാറുള്ള വീടുകളിൽ എല്ലായിടത്തും ഇങ്ങനെ ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുന്ന ദിവസമാണ്. എനിക്കും പോകണം. വൈകുന്നേരത്തെ 2-3 വീടുകളിൽ പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിലല്ലാതെ സൊസൈറ്റിയുടെ വെളിയിൽ 2-3 വീടുകളിൽ പൂജയ്ക്ക് പോകണം. പിന്നെ ഇന്ന് വൈകുന്നേരത്ത് അത് കഴിഞ്ഞിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഗണപതി കാണാൻ പോകണം. മാർക്കറ്റിലെ ഗണപതി നല്ലതാണ്. ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് വന്നതാണ്. ഞാൻ ധനുഷിനെ ട്യൂഷൻ വിടാൻ പോയി. അപ്പം ഞാൻ മാർക്കറ്റിലൊക്കെ പോയി ഇറങ്ങിയിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേനും മണ്ഡലങ്ങളെല്ലാം അടച്ചു വെച്ചേക്കുമായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ഇനി വൈകുന്നേരത്ത് പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ബോംബെയിലെ മഹാരാഷ്ട്രയിലെ ഗണപതി ഉത്സവം എൻജോയ് ചെയ്യൂ. അപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.